ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഫലസ്തീനിലെ ഇസ്രായേൽ പ്രതിഷേധിച്ച ഫോളോവേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന റാലിയിൽ പ്രമുഖ തമിഴ് സിനിമാ താരങ്ങൾ പങ്കെടുത്തു. കഫി അണിഞ്ഞാണ് നടന്മാർ വേദിയിലെത്തിയത്. ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ അസഹനീയമാണെന്നും മനുഷ്യത്വത്തിന്റെ ലംഘനമാണെന്നും നടൻ സത്യരാജ് പറഞ്ഞു. ഇത്തരം ആക്രമണങ്ങൾ നടത്തിയ ശേഷം അവർക്ക് എങ്ങനെ സമാധാനപരമായി ഉറങ്ങാൻ കഴിയും? മനുഷ്യൻ കുരങ്ങുകളിൽ നിന്ന് പരിണമിച്ചുവെന്ന് പറയുന്നു. പക്ഷെ ആ പ്രക്രിയ പാതി വഴിയിൽ നിലച്ചതായി തോന്നുന്നു. ഗാസയ്ക്ക് വേണ്ടി ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും സത്യരാജ് പറഞ്ഞു. തമിഴ് ഈഴ പോരാട്ടവുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു സത്യരാജിന്റെ പ്രസംഗം. ആളുകൾ വിമോചനത്തിനായി പോരാടുമ്പോഴെല്ലാം വംശഹത്യ നടത്തപ്പെടുന്നു. നമ്മുടെ തമിഴ് ഈഴ സഹോദരങ്ങൾ ക്രൂരമായാണ് കൊല്ലപ്പെട്ടത്. പോരാളികൾ മാത്രമല്ല, നിരപരാധികളായ സാധാരണക്കാരും കൊല്ലപ്പെട്ടു എന്നും സത്യരാജ് കൂട്ടിച്ചേർത്തു. തമിഴ്നാട്ടിലുടനീളമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സംഘടനകൾ, ഇസ്ലാമിക അസോസിയേഷനുകൾ എന്നിവർ പങ്കെടുത്ത ഐക്യദാർഢ്യ സദസ്സിൽ സത്യരാജിനെ കൂടാതെ പ്രകാശ് രാജ്, സംവിധായകരായ വെട്രിമാരൻ അമീർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു. ഫലസ്തീനിൽ നടക്കുന്ന അനീതിക്ക് ഉത്തരവാദികൾ ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയും ഉത്തരവാദിയാണ്. മോദിയുടെ നിശബ്ദതയും ഉത്തരവാദിയാണ് എന്ന് നടൻ പ്രകാശ് രാജ് കുറ്റപ്പെടുത്തി. ഫലസ്തീനിൽ നടക്കുന്നത് ആസൂത്രിതമായ വംശഹത്യയാണെന്നും സ്കൂളുകളിലും ആശുപത്രികളിലും പോലും ബോംബുകൾ വർഷിക്കപ്പെടുന്നതായും കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്നുണ്ടെന്നും സംവിധായകൻ വെട്രിമാരൻ ചൂണ്ടിക്കാട്ടി. ആയിരക്കണക്കിന് ആളുകളാണ് ഈ റാലിയിൽ പങ്കെടുത്തത്.